ഹലോ അമ്മേ, ഞാനേ ഹോസ്പിറ്റലിൽ നിന്നാ വല്യച്ഛന് പാമ്പ് പിടിച്ചു. എന്നിട്ട് അല്ല അമ്മ ടെൻഷൻ ആവണ്ട, അമ്മ ടെൻഷൻ ആവരുത്. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തുവാ? അല്ല അങ്ങനെ പേടിക്കാനുള്ള പ്രശ്നമൊന്നും ഇല്ല. അതെ, വല്യച്ഛൻ ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചപ്പോഴേ ആ ഒരു ടെൻഷനിൽ ആ ഒരു വ്യഗ്രതയിൽ ഞാൻ ഹോസ്പിറ്റലിലോട്ട് വന്നപ്പോഴേ വല്യച്ഛനെ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അമ്മ ഒരു ഓട്ടോയിൽ കയറ്റി വിടാവോ? ഇത് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി യൂസ് ചെയ്യാം. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത്. തന്നോളൂ. എന്റെ ബോഡി നിറച്ച് കറുത്ത പാടുകളാണ്. എവിടെ പോയി? ഇതെന്ത് നീ വള്ളിയില്ലാത്തോട്ട് കൊണ്ടുവച്ചേക്കുന്നേ? എന്തുവാ എന്റെ ചാർജർ കാണുന്നില്ല, ഫോൺ ഇപ്പോൾ ഓഫ് ആവും. അതവിടെ കാണും, പതുക്കെ നോക്ക്. എടാ നീ എന്തിനാ വാട്സപ്പ് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചേക്കുന്നേ? നമുക്കാരും മെസ്സേജ് അയക്കാനാ, അതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ഓൺലൈനിൽ ആരോടെങ്കിലും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമെന്ന് നാട്ടുകാർ വിചാരിച്ചോ. എന്താ എനിക്കൊന്ന് സംസാരിക്കണമല്ലോ, വിളിച്ചേ. അയ്യോ, അച്ഛന് ചുമയാ. അപ്പൊ ഈ നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നത് നിന്റെ അച്ഛന്റെ ചുമയാണ്. വീട്ടിലെ അവസ്ഥ കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ. എന്താ നിന്റെ അച്ഛനും അമ്മയ്ക്കും ജോലിയൊന്നും ഇല്ലേ? അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, പിന്നെ അച്ഛനമ്മയെ കല്യാണം കഴിച്ചിട്ടില്ല. 2 മാസമൊക്കെ കൂടിയിരിക്കുമ്പോഴേ അച്ഛനൊന്ന് വരുള്ളൂ. 2 മാസം കൂടി ഇരിക്കുമ്പോൾ വരാൻ നിന്റെ അച്ഛൻ എന്താ കറണ്ട് ബില്ല? എടാ, അത് മോഷണമാണ്, നമുക്കതിന്റെ ആവശ്യമില്ല. നമ്മൾ കള്ളന്മാരല്ല. റോണിച്ച, ഞാനൊരു കാര്യം ചോദിക്കാം. ഒരു മനുഷ്യൻ എന്തിനാണ് ഇത്രയും കാശ് ഒരുമിച്ച് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ അത് അവിഹിതമായ മാർഗത്തിലൂടെ അവ ഉണ്ടാക്കിയ കാശാണെന്ന്? അധർമ്മത്തെ അധർമ്മം കൊണ്ട് നേരിടുന്നതാണ് ധർമ്മം എന്ന് ഗീതയെ പറഞ്ഞിട്ടുണ്ട്. പിന്നല്ല, തെറ്റായ മാർഗത്തിലൂടെ അവൻ ഉണ്ടാക്കിയ കാശിന്റെ തെറ്റില്ലാത്തൊരു വിഹിതം നമ്മളിങ്ങ് എടുക്കുന്നു. ആ വിഹിതം എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആ വിഹിതമാണല്ലേ അവിഹിതം. അരി കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നോ? ഓട്ടോയ്ക്കകത്തിരിക്കുക. എനിക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ വയ്യ. 3-4 മാസത്തേക്കുള്ള അരി ഉണ്ടല്ലോ, അത് നീ പൈസക്ക് എങ്ങനെ വാങ്ങിച്ചു? അതിന് പൈസ ആര് കൊടുത്ത്? പൈസ കൊടുക്കാതെ പിന്നെ അയാൾ എങ്ങനെ തന്നേ? അയാൾ തന്നല്ലോ, വലിച്ചുമ്പോ എടുത്തോണ്ട് വന്നില്ലേ? അപ്പൊ നീ ഇത് മോഷ്ടിച്ചോണ്ട് വന്നല്ലയോ? വല്യച്ഛ, ഞാൻ വലിച്ചോണ്ട് എന്തുവാ പറഞ്ഞേ? കുറുപ്പേട്ടൻ്റെ കടയിൽ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിയാകുമ്പോൾ പുള്ളി ഫുഡ് കഴിക്കാൻ പോകും. ആ സമയത്ത് പോയി എടുത്തോണ്ട് വരണം എന്നല്ലാതെ അത് ഞാൻ എടുത്തു വെച്ചെന്നോ ഞാൻ പൈസ കൊടുത്തെന്നോ വല്ലതും പറഞ്ഞു. അപ്പൊ മോട്ടിച്ചോണ്ട് വന്നത് ആരാ? വല്യച്ഛൻ. കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടന്നതിന് കോളേജിൽ നിന്നും വീട്ടിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും ഒക്കെ പുറത്താക്കിയവനെ ഈ വീട്ടിൽ നിർത്താൻ ഒക്കത്തില്ല. ഇപ്പൊ ഇറങ്ങിക്കോണം. അളി ഇതെല്ലാം എങ്ങനെ അറിഞ്ഞ? ചേച്ചി പറഞ്ഞു? ഇല്ല, ഞാൻ അവിടെ നിന്ന് വിളിച്ചു. ചേച്ചി പറഞ്ഞു. അളിയാ, പ്രേമിക്കുന്നത് തെറ്റാണോ? അളിയൊന്നും പ്രേമിച്ചല്ലേ കിട്ടിയേ? പുല്ല് പ്രേമിക്കണ്ടായിരുന്നു. അല്ലടാ, നിന്നെ ഈ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും ഒക്കെ പുറത്താക്കാൻ മാത്രം അത്രയ്ക്ക് ഹോൾഡുള്ള ഏത് പെണ്ണിനെ നീ കയറി പ്രേമിച്ചത്? പ്രിൻസിപ്പാളിന്. ഇതൊരു അരസെന്റ്. അപ്പൊ ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് കാണും? ഈ വീട് കറക്റ്റ് സ്ക്വയർ ഒന്നും അല്ല, ഇടയ്ക്ക് ഓർഡർ ഒക്കെയായിരുന്നു. അപ്പൊ ചെറുതായിട്ട് വൃത്തവും ത്രികോണവും ഒക്കെ ആയിട്ടുണ്ട്. എന്തുവാന്നേ? എടാ, നീ ആ പപ്പൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? എനിക്കൊരു മൂഡില്ലായിരുന്നു. എടാ, അവനെ കല്യാണം വിളിക്കാൻ അവനീ വിളിക്കുന്നേ. അതറിയാം, അതുകൊണ്ടാണ് എനിക്ക് മൂഡില്ല. കാര്യത്തിന് അല്പൻ. അമ്മയ്ക്കറിയാവോ, ഞാനും അവനും കൂടെ പഠിക്കുന്ന സമയത്ത് നാരങ്ങാവെള്ളം കുടിക്കാൻ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ 2 നാരങ്ങാവെള്ളം കുടിച്ച് പൈസയും കൊടുത്താലും അവൻ കുടിച്ച് തീരത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? നേരത്തെ കുടിച്ച് തീർത്ത് കഴിഞ്ഞാൽ അവൻ പൈസ കൊടുക്കേണ്ടി വരത്തില്ല. അല്പൻ പപ്പൻ. അവൻ വേറെന്തൊക്കെ പറഞ്ഞു? വേറൊന്നും പറഞ്ഞില്ല, നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഹോൾഡ് ചെയ്തേക്കുവാ.